അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഡെയിലി ലൈഫിൽ ട്രാൻസ്പോർട്ടേഷൻ ഒരു വലിയൊരു ഫാക്ടറാണ് അല്ലേ. ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഓട്ടോ നോക്കി നിൽക്കുക, അല്ലാതെ ഓട്ടോയിൽ നമുക്ക് വരുന്ന പ്രൈസ് എപ്പോഴും അവർ കൂട്ടി നമുക്ക് പറയാറുണ്ട്, റിട്ടേണും കൂടെ ചേർത്തിട്ട്. അങ്ങനെ കുറേ സ്പാം നടക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ. ബസ്സിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എങ്ങനെ ഊബർ പോലത്തെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ക്യാബ്സും ഓട്ടോസും ബുക്ക് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കിയാലോ. ഊബർ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഊബർ എന്നെഴുതിയിട്ടുള്ളൊരു കറുത്ത ഡിസൈനിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഊബറിൻ്റെ ആപ്പ്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഇല്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഊബർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ അവിടെ എഴുതി കാണിക്കും വെയർ ടു, എവിടോട്ടാണ് നമുക്ക് പോകേണ്ടത് എന്നൊരു ചോദ്യം അവിടെ മുകളിൽ തന്നെ നമുക്കൊരു സെർച്ച് ബട്ടൻ്റെ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ ബോക്സിൽ വരുന്നത് നമ്മളിപ്പം എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു സ്ഥലത്തെ ലൊക്കേഷൻ ആയിരിക്കും. ഇനി അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പേരോ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ്റെ പേര് സ്പെസിഫിക് ആയിട്ട് അടിച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് ആ പിക്കപ്പ് ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലം അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വെയർ ടു എന്ന് പോകുന്നിടത്ത് നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്നാണ് ചോദ്യം. അവിടെ നമുക്ക് എവിടോട്ടാണോ പോകേണ്ടത് അത് അടിച്ചു കൊടുക്കാം. തൊട്ട് താഴെ നമുക്ക് ഓട്ടോയുടെ ഓപ്ഷൻ ഉണ്ട്, ഊബർ ഗോയുടെ ഓപ്ഷൻ ഉണ്ട്, ഊബർ എക്സൽ ഉണ്ട്, ഊബർ ഗോ സെഡാൻ ഉണ്ട്. ഓട്ടോ ആകുമ്പോൾ നമുക്ക് 3 പേർക്കേ പോകാൻ പറ്റൂ. ഊബർ ഗോ കാർ ആണെങ്കിൽ നമുക്ക് 4 പേർക്ക് പോകാൻ പറ്റും. എക്സൽ ആണെങ്കിൽ നമുക്ക് 6 പേർക്ക് പോകാൻ പറ്റും. സെഡാൻ ആണെങ്കിൽ കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ളൊരു വണ്ടിയായിരിക്കും. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എത്ര പേരുടെ ആണോ വേണ്ടേ എന്ന് നോക്കിയിട്ട് നമുക്ക് ഓട്ടോയാണോ കാറാണോ എന്ന് വേണ്ടി നോക്കി ചൂസ് ചെയ്തിട്ട് നമുക്കത് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ അതവിടെ സെലക്ട് ആയിക്കോളും. സെലക്ട് ആയി കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മളുടെ അടുത്ത് നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ ചോദിക്കും. അപ്പോൾ അത് നമുക്ക് ആ നീല കളറിൽ അതിനെ പിടിച്ചിങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും എഴുതി കാണിക്കുന്നത്, റൈഡ് റിക്വസ്റ്റഡ് മീറ്റ് അറ്റ് ദി പിക്കപ്പ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ എഴുതി കാണിക്കും. തൊട്ട് താഴെ ആഡ് എക്സ്ട്രാ ഫോർ യുവർ ഡ്രൈവർ എന്നൊക്കെ വരും. പക്ഷെ അത് കൊടുത്തില്ല എങ്കിൽ നമുക്കത് കൺഫേം ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഡ് എക്സ്ട്രാ 20 രൂപയോ 30 രൂപയോ ഒന്നും ഇട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഒരു 10-15 മിനിറ്റൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും ആൾ വന്നിട്ടില്ല എങ്കിൽ മാത്രം ഈ പറയുന്ന 20 രൂപയോ 30 രൂപയോ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അല്ലാത്തപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് പിക്കപ്പ് ഇൻ 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് എത്രയാണോ പിക്കപ്പ് ടൈം എന്നുള്ളത് അവിടെ എഴുതി കാണിക്കും. തൊട്ട് താഴെ ഷെയർ പിന്ന് എന്ന് പറഞ്ഞിട്ടൊരു കോഡ് കാണിക്കുന്നുണ്ടാവും. ആ കോഡാണ് നമ്മൾ ഡ്രൈവർ വരുമ്പോൾ നമ്മുടെ OTP ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുപോലെ താഴെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഡ്രൈവറിൻ്റെ പേരുണ്ട്. അതുപോലെ ഡ്രൈവർ ഓടിക്കുന്ന വണ്ടിയുടെ നമ്പറും ഫോട്ടോയും ഉൾപ്പെടെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി പുറത്തൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഊബർ യൂസ് ചെയ്ത് ബുക്ക് ചെയ്ത് പോകുക. കാരണം നമ്മൾ ഈ പോകുന്ന ഊബറിനകത്ത് നമുക്ക് ലൈവ് ട്രാക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. OTP ഒക്കെ ഷെയർ ചെയ്ത് വളരെ സെക്യൂർഡ് ആയിട്ടുള്ളൊരു റൈഡാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ആയിക്കോട്ടെ ഏത് പ്ലേസിലാണെങ്കിലും നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് മെട്രോ സിറ്റീസിൽ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും ഈ ഊബർ സർവീസ് നമുക്ക് വളരെ നെസസിറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ട്രിക്ക് നോക്കി വെച്ചിട്ട് ഊബർ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്ത് ക്യാബ്സ് ഒക്കെ ബുക്ക് ചെയ്ത് പോകുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.